ഹലോ. അപ്പോൾ നമ്മൾ വീണ്ടും എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീകുട്ടീൻ്റെ അടുത്ത്. ഇത് എറണാകുളമല്ല എന്നാലും. അപ്പോൾ ഇതാണ് അത്ര ഈ ഷിപ്പ് യാർഡ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ചരക്ക് കപ്പലാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതെന്നാണ് പറയണത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇത്ര അടുത്തൊരു കപ്പലൊക്കെ. അപ്പോൾ നമ്മൾ പറക്കും തളികയിൽ ഇവർ പറയില്ലേ, നിത്യദാസിനെ പറ്റി പറയുന്നുണ്ടല്ലോ ദിലീപ്, ചിപ്പിയാടൻ പ്രാന്താന്ന്. ആ പ്രാന്തയാണോ ഈ കാണുന്നൊരു സംശയമുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. പിന്നെ അത് നോക്കി നല്ല ക്രെയിനുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കപ്പലിൽ നിന്ന് ചരക്കുകൾ ഇറക്കാനും കയറ്റാനും ഒക്കെ ഉള്ളൊരിത്. ഇതൊരു ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. എനിക്കത് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഒരു അത്ഭുതവും. കാരണം ഇത്രയും അടുത്തൊരു കപ്പലൊക്കെ കാണുകയെന്ന് വെച്ചാൽ ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ബോട്ടൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ദൂരത്തു നിന്നല്ലാതെ അടുത്തുനിന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഷിപ്പ് യാർഡിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത് മുഴുവനും. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ ഞാൻ ആ വലിയ ക്രെയിനിൻ്റെ പിക്ചർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ക്ലിയറായിട്ട് വരുമ്പോഴത്തേനും മരങ്ങൾ മറവ് വന്ന് ഇതാവും. വീണ്ടും അങ്ങനെ തന്നെ ഇതാവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. നമ്മൾ കുറച്ചിങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് കുറച്ച് ക്ലിയറായിട്ടത് കിട്ടും എന്ന് കരുതി ഞാൻ എടുത്തപ്പോൾ വീണ്ടും ഒരു ബിൽഡിങ്ങിൻ്റെ മറവിൽ പോയി. എന്നാലും വിടില്ല, ഞാനത് എടുക്കും. കണ്ടോ അത്രയും ക്ലിയറായിട്ട്. കാരണം എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു കൗതുകം. കാരണം അത്രയും വലിയ ഷിപ്പിലേക്ക് അതുകൊണ്ട് ഈ ലഗേജൊക്കെ തൂക്കി വെക്കുന്നതും ഇറക്കുന്നതൊക്കെ ആ ഒരു സീന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കൗതുകമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല, അറിയില്ല. എന്നാലും കൂടി ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഡ്രസ്സിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രയും അടുത്തുനിന്ന് ഒരു വിധത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടോ വീഡിയോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ മെട്രോയാണ് ആ നീണ്ട് നിവർന്ന് നല്ല നീല കളറിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല. അപ്പോൾ അതിൽ കയറാൻ പോകുന്നതിൻ്റെ ഒരു ആകാംക്ഷ കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റാണ് ഈ മെട്രോയിൻ്റെ ഈ ഒരു സിസ്റ്റമൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഒരു ഇൻട്രസ്റ്റോടു കൂടി ഞാൻ വീഡിയോ എടുത്തത്. രണ്ട് സൈഡ് ഞാൻ നോക്കുന്നുണ്ട്, ഏത് ഭാഗത്തുനിന്ന് അത് വരികയെന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നല്ല ഇതിലിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്ത് നിൽക്കുക. അപ്പോൾ ഇവിടെ വേറെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ പോയി ചോരി നിന്ന് നല്ല റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളെത്തിയിട്ടോ. നോക്കി വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിലെന്താണെന്നറിയോ, ഇതിലെ ഡ്രൈവർ എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഓടിക്കുന്നത് 2 ലേഡീസാണ്. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ഓടിക്കുന്ന കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് കേട്ടോ കാണാൻ. എന്തായാലും അതിൽ കയറി. അപ്പോൾ ഈ മെട്രോൻ്റെ ഈ തലയിൽ നമുക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ വളവിലൊക്കെ എത്തുമ്പോൾ ഈ മെട്രോയ്ക്ക് ഇങ്ങനെ ഒരു ഓളം തള്ളിയൊരു പോക്ക്, അത് കാണാനൊക്കെ നല്ലൊരു ഭംഗി കിട്ടും. ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന പോലെ. പിന്നെ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ട്രെയിനിൻ്റെ പോലെയല്ല. ഇതിൽ നമ്മൾ പിടിക്കാതെ നിന്നാലും ഒരു ആട്ടമുണ്ട്. 1-2 തവണ ഞാൻ വീഴാൻ പോയി. ഏതായാലും ഏട്ടൻ പിടിച്ചത് കൊണ്ട് ഞാൻ നിന്നു അവിടെ. അപ്പോൾ ഈ മെട്രോയിൽ നിന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഉള്ള ഇതെടുത്തതാണ് കേട്ടോ, വീഡിയോ എടുത്തതാണ്. അപ്പോൾ മെട്രോയിൻ്റെ മേലെ നിന്നായപ്പോൾ കുറച്ചും കൂടി വീട് നമുക്ക് ആ ഒരു ക്രെയിനിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടോ. എന്തായാലും അങ്ങനെ നമ്മൾ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ എടപ്പള്ളി എത്തണം. ശ്രീകുട്ടീൻ്റെ അടുത്തേക്കാണ് പോവേണ്ടത്. അപ്പോൾ അവിടേക്ക് ഏതാ സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് എനിക്കല്ല, അതൊക്കെ ഏട്ടനെ അറിയുള്ളൂ. എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി നല്ല ജാളിയായിട്ട് നമ്മളിതിലിങ്ങനെ പോവുക. കാരണം ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മെട്രോ കാണുന്നതും മെട്രോയിൽ ഞാൻ കയറുന്നതും. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരാട്ടം കണ്ടില്ലേ. അതാ ട്രെയിന് ഇങ്ങനെ പോകുമ്പോൾ സാധാ ട്രെയിനിലുള്ള ആ ഒരു ഇതല്ല, നമുക്കൊരു ആട്ടം വരുന്നുണ്ട്. മറ്റുള്ള ട്രെയിനിലാണെങ്കിൽ നമുക്ക് പിടിക്കാതെ എത്ര സമയം വേണമെങ്കിലും നിൽക്കാൻ പറ്റും. അപ്പോൾ മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ അതിൻ്റെ ഒരു പാസേജ് ഉണ്ട്, അതിൽ കവർ ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ മേലെ ആ ബ്രിഡ്ജിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ, അത് വീഡിയോ ആണിത് കേട്ടോ. കാരണം നോക്കിയ ടൗണിൽ വണ്ടികൾ ഓടുന്ന ഓട്ടം, എത്ര വണ്ടികളാണെന്നറിയോ. ഒരു വണ്ടി ഒന്ന് സ്റ്റക്കായാൽ മൊത്തം ടൗണും ബ്ലോക്കാവും. അങ്ങനെ അത്രയും വണ്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തായാലും ഇവിടുന്ന് പുറത്തേക്കുള്ള ഈ ഒരു കാഴ്ച വലിയ രസമാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മെട്രോ വരുന്നുണ്ട് കേട്ടോ, ട്രെയിൻ വരുന്നുണ്ട്. ഉണ്ടല്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ആളധികം വലിപ്പമൊന്നും ഇല്ലെങ്കിലും കൂടി നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ നിർത്തി ആളുകൾ കയറാൻ ഇറങ്ങുന്ന ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിന്ന് പുറത്തേക്ക് വരണം. അങ്ങനെ നമ്മൾ പുറത്ത് വന്ന് അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ ശ്രീകുട്ടീൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ അവളോട് വിളിച്ചൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്, എത്താനായി എന്നൊക്കെ. അപ്പോൾ ഓട്ടോക്കാരൻ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് വണ്ടികൾ അത്ര ഇതുള്ള കാര്യവും ട്രാഫിക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയി. നമ്മളേതായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ചെല്ലണത് നോക്കി അവിടെ പുറത്ത് തന്നെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, നമ്മളെ ശ്രീകുട്ടി കണ്ടില്ലേ. അപ്പോൾ അത് കണ്ടില്ലേ, മുടിയൊക്കെ കളർ ചെയ്തിട്ട് മുടി കളർ ചെയ്ത വീഡിയോ ഒക്കെ അതിന് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഒക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല നിൽക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോകാനാണ്. അപ്പോൾ ഇവരെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു നമുക്ക് അവിൽ മിൽക്ക്, അത് വെറൈറ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഒരു അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട്, അതൊക്കെ വാങ്ങുകയും വേണം, ഒന്ന് പുറത്ത് ഒന്ന് കൊണ്ടുപോവുകയും ചെയ്യാം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ അവളെ കൂട്ടിയിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ട് വന്നത് ലുലു മോളിലേക്കാണ് കേട്ടോ. ലുലു മോളത്തെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, ഒരു ലോകം തന്നെയുണ്ട്. അച്ഛനും അമ്മേനും എല്ലാത്തൊക്കെ അവിടെ കിട്ടുമെന്നാണ് പറയണത്. പറച്ചിൽ മാത്രമല്ല, ഏകദേശം എല്ലാ സാധനവും അവിടെ ഉണ്ട്. നമ്മളിങ്ങനെ ഒരു ബാഗ് നിറയെ പൈസയും കൊണ്ട് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അക്കൗണ്ട് ഫുള്ളായിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു കാർഡ് കൊണ്ട് നമ്മൾ പോയാൽ മതി. എന്നാൽ അത് കാലിയാക്കിയിട്ട് നമുക്ക് തിരിച്ച് വരാം. അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്രീകുട്ടീനെയും കൊണ്ടല്ല നമ്മൾ പോകണത്. അവിടെ ചെന്നുള്ള അവസ്ഥ അറിയാലോ. ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചങ്ക് ഇടിക്കുന്നുണ്ട്, എന്നാലും കൂടിയിട്ട് പോകുന്നുണ്ട്. എന്താകും മാഡം, എന്ത് സെലക്ട് ചെയ്യും, എന്ത് വാങ്ങണം എന്ന് പറയുന്നൊന്നും അറിയില്ല. എന്നാലും അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. 4 സൈഡും ഗ്ലാസ് കവറിങ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ലിഫ്റ്റിൽ കയറാമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ലിഫ്റ്റിൽ ഇതുവരെ കയറിയിട്ടുള്ളൂ. കാരണം ഇതുപോലെ ഒരു മാളിലൊക്കെ ഞാൻ ആദ്യമായിട്ട് പോയിട്ടോ, ലുലു മാളിലൊക്കെ. അപ്പോൾ ലിഫ്റ്റിൽ കയറി. അപ്പോൾ നമുക്ക് 4 സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാം. അപ്പോൾ ഓരോ ഫ്ലോർ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ആ ഫ്ലോറിലുള്ള വ്യൂ ഇങ്ങനെ കാണുമ്പോൾ അത് നല്ല രസമുണ്ട്. അപ്പോൾ ശ്രീകുട്ടീനോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുക നമുക്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവൾ. കാരണം ഓരോ ഫ്ലോറും കഴിഞ്ഞ് പോകുമ്പോഴും ആ ഫ്ലോറത്തെ ഒരുവിധം കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഗ്ലാസ് ആവുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയി. ഇവിടെ എന്തൊക്കെയോ ഇത് കൊടുത്തിട്ടുണ്ട്, റൂട്ട് മാപ്പ് പോലെയൊക്കെ, അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അച്ഛനും മോളും. ഇത് പിന്നെ നമ്മൾ 1.5 ലക്ഷം രൂപയൊക്കെയാണ് ആ കൃഷ്ണൻ്റെ ഒക്കെ വില കേട്ടോ. അത് നമ്മൾ ഈ ഇത് മാർബിളിലൊക്കെ ചെയ്ത മാതിരത്തെ കൃഷ്ണൻ്റെ ആദ്യമൊക്കെ ഉള്ള രൂപങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ക്ലിപ്പ് ഐറ്റംസ് അങ്ങനെയുള്ളിടത്തേക്കൊക്കെ വന്നു. അപ്പോൾ ഇവിടെ ഒരാൾ കാര്യമായിട്ട് നിന്ന് തിരയുന്നുണ്ട്. എന്താ തിരയണതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഓരോ ക്രീമും അതൊക്കെ എടുത്ത് വില നോക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിലൊരു പിടപെടപ്പുണ്ട്. കാരണം എന്ത് മാഡം സെലക്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും സീരിയസ് ആയിട്ട് തിരയുന്നുണ്ട്. തിരയുന്നതൊന്നും കിട്ടിയോന്നറിയില്ല. എന്നാലും തിരച്ചിൽ ഭയങ്കര ജോറാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ തിരഞ്ഞു. പിന്നെ ആൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു സാധനം അവിടെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ആ ഒരു ഇതിൽ മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാം. കാരണം വരില്ല, പിന്നെ നമ്മൾ പിടിച്ച് വലിച്ചിട്ട് വരണം. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം അതാണ് മാഡത്തിൻ്റെ. ഒരു ഫേസ് വാഷ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മെല്ലെ രക്ഷപ്പെട്ട് വന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നൊരു ഫുഡ് ഐറ്റംസിൻ്റെ അവിടേക്കാണ്. കാരണം വെജിറ്റബിൾസ് ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേര് അവർക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എനിക്കറിയില്ല ബോക്സുകളിലൊക്കെ ഉള്ളതിൻ്റെ പേര്. അതേമാതിരി കുറച്ച് പുറത്ത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ചിക്കൻ, നിർത്തി പൊരിച്ചതും കടത്തി പൊരിച്ചതും ചില്ലിയാക്കി പൊരിച്ചതും തന്നെ ഒരു 100 വിഭവങ്ങൾ അവിടെ ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്സും കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി പോവുകയാണ്. അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്നെ ഹോസ്റ്റലാക്കിയിട്ട് ഇവരെല്ലാവരും പോവും. നമ്മൾക്കിനി ഹോസ്റ്റലിൽ വെച്ച് കാണാം.